ഹായ്, വെൽക്കം ടു പ്ലാന്റ് പ്രൊഫൈൽ. ഇതെൻ്റെ വീട്ടിലുള്ള N18 വെറൈറ്റി റംബൂട്ടാനാണ്. നട്ടിട്ട് 5 വർഷമൊക്കെ ആയി. വീടിൻ്റെ ടെറസിൽ നിന്ന് പറിക്കാൻ പാകത്തിന് മുറ്റത്ത് നട്ടിട്ട് ടെറസിലേക്ക് വളർത്തി കൊണ്ടുവന്നതാണ്. എൻ്റെ വീട്ടിൽ 5 വെറൈറ്റി റംബൂട്ടാനാണ് ഞാൻ വളർത്തുന്നത്. അതിൽ N18 ഉണ്ട്, യോങ്ക്രിയാൻ ഉണ്ട്, ഒരു യെല്ലോ വെറൈറ്റി ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, അതുപോലെ സീസർ എന്ന വെറൈറ്റി ഉണ്ട്. സാധാരണ റംബൂട്ടാൻ പഴുക്കാറാകുമ്പം മരം മുഴുവനായിട്ട് നെറ്റിട്ട് കവർ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ആവശ്യമുള്ളത് മാത്രം കവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതുപോലെയാണ് കവർ ചെയ്യുക. ശരിക്കും പഴുത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല. പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡിഷ് കളറിലേക്ക് വരും. N18 വെറൈറ്റി പൂർണ്ണമായും പഴുക്കുന്നതിന് മുമ്പ് തന്നെ യെല്ലോ ഷെയ്ഡ് വരുമ്പോഴേക്കും നമുക്ക് പറിക്കാം, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവും. റംബൂട്ടാൻ മുറിക്കാൻ കത്തിയൊന്നും ആവശ്യമില്ല, കൈകൊണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ നന്നായിട്ട് കഴിക്കാൻ ഫ്ലഷ് ഉണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി റംബൂട്ടാൻ എല്ലാം തന്നെ നല്ല ഫ്ലഷ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. മറ്റൊരു പ്രത്യേകത, നമുക്ക് കഴിക്കാനുള്ള ഫ്ലഷ് ഇതുപോലെ സിമ്പിളായിട്ട് കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ ഹൈബ്രിഡ് വെറൈറ്റികളും ഇതുപോലെ തന്നെയാണ്. സീഡിൽ നിന്ന് ഫ്ലഷ് നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. എന്നാൽ നാടൻ വെറൈറ്റികളുടെ ഫ്ലഷ് ഇതുപോലെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെറിയ പുളിയോടുകൂടെ നല്ല മധുരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് ഡിമാൻഡ് കൂടുന്നത്. ഇതൊക്കെയാണ് എൻ്റെ N18 റംബൂട്ടാൻ്റെ വിശേഷങ്ങൾ. മറ്റു വെറൈറ്റികളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ. ബൈ.